Xylem Learning Amrita Miss ആണ്. അപ്പോൾ മാത്സ് എക്സാം ഒക്കെ അല്ലേ നമ്മൾ തകർത്ത് എഴുതാനായിട്ടുള്ള ഫുൾ പ്രിപ്പറേഷൻസിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന, കഴിഞ്ഞ വർഷവും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം, ആ ചോദ്യത്തിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തറവാക്കി വെക്കണം. കാരണം അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതല്ലെങ്കിൽ ഇതേപോലത്തെ വേറൊരു ചോദ്യം, ഇതേ ഫോർമാറ്റിലുള്ള വേറൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ചോദ്യം എങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം കാണാം. ഗിവൺ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ആർ ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ റഫ് ഫിഗർ ഇവിടെ വരയ്ക്കുക. എ ബി സി എന്ന് പേര് കൊടുക്കുക. എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 1,1,1 ആണ്. ബി എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,3,1 ആണ്. ഇത് മുഴുവൻ എഴുതി വെക്കുക. ഇതാണ് ട്രയാങ്കിൾ എ ബി സി. ഇനി നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ ബേസും ഹൈറ്റും ഒന്നും തന്നിട്ടില്ല, 3 വെർട്ടിസസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഏരിയ ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ക്രോസ് പ്രൊഡക്റ്റ് എന്തിന്റെ, എ ബി ക്രോസ് എ സി. അതായത് രണ്ട് അഡ്ജസന്റ് സൈഡുകൾ, ഇതാണ് നമ്മളുടെ എ ബി വെക്ടർ, ഇതാണ് നമ്മളുടെ എ സി വെക്ടർ. ഈ രണ്ട് വെക്ടറുകൾ നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം അറിയണം എ ബി വെക്ടർ എത്രയാണ്. എ ബി വെക്ടർ എത്രയാണ്, ബി മൈനസ് എ ആണ് ചെയ്യേണ്ടത്, ബി മൈനസ് എ. അപ്പൊ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. എ എന്ന് പറഞ്ഞാൽ 1, 1, 1 ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 0 ആണ്. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, അതായത് ജെ, 1J എന്ന് വരും. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 2K. റെഡി. ഇനി അടുത്തത് നമുക്ക് എ സി വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി വെക്ടർ എന്ന് പറഞ്ഞാൽ സി മൈനസ് എ ആണ്. സി മൈനസ് എ. സി 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, അതായത് വെറും ഐ അല്ലെങ്കിൽ 1I എന്ന് കൊടുക്കാം. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് 2J എന്ന് കൊടുക്കാം. 1 മൈനസ് 1 0 ആണ്. അപ്പൊ കെയുടെ ടേം ഇല്ല. അപ്പൊ എ ബിയും കിട്ടി, എ സിയും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് കാണണം. സോ എ ബി ക്രോസ് എ സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, IJK എഴുതി എല്ലാത്തിൻ്റെയും അല്ലേ, എല്ലാത്തിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുക്കുക. ഇവിടെ ഐയുടെ ടേം ഇല്ല, J1 ആണ്, K2 ആണ്. ഐയുടെ ടേം ഇല്ല, 1, 2. അടുത്തതിൽ ഐയും ജെയും ഉണ്ട്, K ഇല്ല, 1, 2, 1, 2, 0. ഇനി എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. I ഇൻറ്റു ഐ ക്യാപ്പ് അല്ലേ, 1 ഇൻറ്റു 0 0I, മൈനസ് 0 മൈനസ് 2 ഇൻറ്റു 2 4 ആണ്. മൈനസ് J ഇൻറ്റു 0 മൈനസ് 2 പ്ലസ് K ഇൻറ്റു 0 മൈനസ് 1. റെഡി. ഇനി എന്ത് വരും, മൈനസ് 4I പ്ലസ് 2J മൈനസ് K എന്ന് വരും. കിട്ടി, എ ബി ക്രോസ് എ സി കിട്ടി. ഇത് മതിയോ, ഇല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി വേണം അല്ലേ. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക, എ ബി ക്രോസ് എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് -4 the whole square plus 2 square plus -1 the whole square is equal to root of minus square ചെയ്യുമ്പോൾ മൈനസ് പോവും, 16 plus 4 plus 1. So that is equal to root 21. എ ബി ക്രോസ് കിട്ടി. ഇനി ഏരിയ കാണാൻ സിമ്പിൾ അല്ലേ. ഏരിയ ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നെ എഴുതാം നമുക്ക്, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി എന്ന് പറയുമ്പോൾ റൂട്ട് 21. സോ ആൻസർ എന്ന് പറഞ്ഞാൽ റൂട്ട് 21/2 സ്ക്വയർ യൂണിറ്റ്സ്. ഇത് എഴുതാൻ മറന്നു വരുന്നത്, സ്ക്വയർ യൂണിറ്റ്സ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസറിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പൊ ഇതേ സാധനം തന്നെ, ഇതിപ്പോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ സാധനം തന്നെ ഏരിയ ഓഫ് എ പാരലോഗ്രാം ആയിട്ട് നമുക്ക് ചോദിക്കും. അപ്പോൾ ഇത് ഇക്വേഷൻ മാറും, എ ബി ക്രോസ് എ സി അല്ലേ, ഇക്വേഷൻ മാറും. പക്ഷേ എന്ത് ചെയ്യണം, ഈ ചെയ്ത മെത്തേഡ് സെയിം ആണ്. നമ്മൾ ആദ്യം രണ്ട് വെക്ടേഴ്സ്, നമ്മുടെ എ ബി വെക്ടറും എ സി വെക്ടറും അഡ്ജസന്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കണം, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം, മാഗ്നിറ്റ്യൂഡ് എടുക്കണം, ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ട്രയാങ്കിളിന്റെ കേസിലാവുമ്പോൾ, പെർപെൻഡിക്കുലറിന്റെ കേസിലാവുമ്പോൾ എന്താ, ബൈ 2 ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പൊ ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് തറോ ആയിട്ട് പഠിച്ചിരിക്കുക. ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോവാം. ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 6 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക, സൂപ്പർ ആയിട്ട് പോയി എക്സാം എഴുതുക. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.